സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബെർണാഡ് ആൽഫ്രഡ് നോബൽ 1833 ഒക്ടോബർ 21 സ്വീഡനിൽ ജനിച്ചു. രസതന്ത്രജ്ഞൻ, ബിസിനസ്മാൻ, ഇൻവെൻറ്റർ, എഞ്ചിനീയർ എന്നിങ്ങനെ ഒത്തിരി മേഖലകളിൽ പ്രശസ്തി ആർജിച്ചു, പ്രസിദ്ധനായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ 355 പേറ്റൻറ്റുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ ഫാക്ടറികൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കണ്ടുപിടുത്തം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു സംഭവം അരങ്ങേറുന്നതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുന്നു. മരിച്ചത് ആൽഫ്രഡ് നോബൽ ആണ് എന്ന് തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ എങ്ങനെയോ ഒരു വാർത്ത പരന്നു. അങ്ങനെ മാധ്യമങ്ങളെല്ലാം ആൽഫ്രഡ് നോബൽ മരിച്ചുവെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേക്കുറിച്ച് മറ്റൊരു രീതിയിലും കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം മനഃപൂർവ്വം താനാണ് മരിച്ചത് എന്ന്, താൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ലോകം പ്രതികരിക്കുക എന്നറിയാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു ചരമവാർത്ത കൊടുത്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ലോകത്തെ അറിയിച്ചതാണ് എന്ന രീതിയിലും കേട്ടിട്ടുണ്ട്. എങ്കിലും കൂടുതൽ വിശ്വസനീയമായത് ആൽഫ്രഡ് നോബലാണ് മരിച്ചത് എന്ന് വിചാരിച്ച്, സത്യത്തിൽ മരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു, ലോകമാധ്യമങ്ങളെല്ലാം പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. അപ്പോൾ ഈ പത്രങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നറിയാൻ അദ്ദേഹം പത്രമെടുത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തെ ആ വാർത്തകളൊക്കെ ഞെട്ടിപ്പിച്ച് കളയുകയാണ്. അദ്ദേഹം കരുതിയത് ഒത്തിരി മേഖലകളിൽ പ്രാഗൽഭ്യവും കഴിവും തെളിയിച്ച് 355ഓളം പേറ്റൻറ്റുകൾ സ്വന്തം പേരിൽ ഉള്ള, അനേകം കർമ്മ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, കോടീശ്വരനായ, ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള തന്നെക്കുറിച്ച് ലോകം ഒരുപാട് പുകഴ്ത്തുമെന്നും വാഴ്ത്തുമെന്നുമൊക്കെ അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചരമകോളത്തിൽ എഴുതി വയ്ക്കപ്പെട്ടത് ഇപ്രകാരമായിരുന്നു: മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചു. മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചു. പല പത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കൊടുത്തത് ഇപ്രകാരമായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹമാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് പല പത്രമാധ്യമങ്ങളും കൊടുത്ത വാർത്ത ഇങ്ങനെയായിരുന്നു: മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചു. ഇത് അദ്ദേഹത്തിനൊരു തിരിച്ചറിവായിരുന്നു. താൻ തന്നെ കണ്ടിരുന്ന വിധത്തിലല്ല ലോകം തന്നെ കണ്ടിരുന്നത്. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് ഡൈനാമിറ്റ് പോലെയുള്ള കാര്യങ്ങളുടെ കണ്ടുപിടുത്തം, അത് അനേകം മനുഷ്യരുടെ മരണത്തിനും നാശത്തിനും കാരണമായി തീർന്നുവെന്ന ബോധ്യവും തിരിച്ചറിവും അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പ് പത്രത്തിൽ വായിച്ച് അറിഞ്ഞപ്പോഴാണ്. അതൊരു തിരിച്ചറിവായിരുന്നു. ജീവിതം അതോടെ അടിമുടി മാറുന്നു. അദ്ദേഹം തൻ്റെ സകല സമ്പത്തും സമ്പാദ്യങ്ങളും ലോക നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനം എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1875 അദ്ദേഹം ഒരു വിൽപത്രം തയ്യാറാക്കി. തൻ്റെ സകല സമ്പത്തും അദ്ദേഹം എഴുതി വയ്ക്കുന്നത് ഈ വിധമാണ്: ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ സയൻസ്, ലിറ്ററേച്ചർ, അതുപോലെ സമാധാനം. ഈ വിഷയങ്ങളിൽ വിശ്വോത്തര സംഭാവന നൽകുന്ന വ്യക്തികളെ ഓരോ വർഷവും തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു വലിയ തുക സമ്മാനമായി പ്രൈസ് കൊടുക്കുന്ന, ഒരു സമ്മാനം കൊടുക്കുന്ന വിധത്തിൽ അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവനും അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയാണ്. അതാണ് പിന്നീട് പ്രസിദ്ധി ആർജിച്ച നോബൽ പ്രൈസ് അഥവാ നോബൽ സമ്മാനം. നമുക്കറിയാം, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം മദർ തെരേസയ്ക്കൊക്കെ ലഭിച്ചപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി എല്ലാ വർഷവും നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് കേൾക്കുന്നതൊക്കെയാണ് നോബൽ പ്രൈസിനെ കുറിച്ച് അഥവാ നോബൽ സമ്മാനത്തെക്കുറിച്ച്. സത്യത്തിൽ ഈ നോബൽ സമ്മാനം ആരംഭിക്കുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു ചരിത്രമുണ്ട്. ബെർണാഡ് ആൽഫ്രഡ് നോബൽ എന്ന വ്യക്തി, അദ്ദേഹം ആരംഭത്തിൽ ഇതിൻ്റെ വ്യാപാരി ആയിരുന്നു. മരണത്തിൻ്റെ വ്യാപാരി എന്ന നിലയിലൊക്കെ അറിയപ്പെട്ട വ്യക്തി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഒരു വലിയ തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവനും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണ ദിവസമായ ഡിസംബർ 10 സാധാരണ ഇത് വിതരണം ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മളെക്കുറിച്ച് തന്നെ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട്,
ഞാൻ എന്നെ കാണുന്നതും എന്നെ മറ്റുള്ളവർ കാണുന്നതും എന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ കാണുന്നതും എന്നെ ദൈവം കാണുന്നതും എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ എന്താണോ അതുതന്നെ ആകണമെന്നില്ല എന്നെക്കുറിച്ച് മറ്റു മനുഷ്യർക്കുള്ള ധാരണ. അതുപോലെ ആകണമെന്നില്ല എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള ധാരണ. അതുകൊണ്ട് തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. തിരിച്ചറിവുകൾ, ഞാൻ എന്നെക്കുറിച്ച് തിരിച്ചറിയണം, എന്നെക്കുറിച്ച് മനസ്സിലാക്കണം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നുവെന്ന് ഈശോ പോലും ശിഷ്യരോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള ധാരണ എന്താണെന്നറിയാൻ ഈശോ ശിഷ്യരോട് ചോദിക്കുകയാണ്. അപ്പോൾ ശിഷ്യർ പറയുന്നുണ്ട്, ചിലർ പറയുന്നു നീ ഏലിയായാണെന്ന്, ചിലർ പറയുന്നു മോശയാണെന്ന്, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. ഇങ്ങനെ ജനത്തിന് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ബോധ്യങ്ങളും ഒക്കെ ശിഷ്യരിൽ നിന്ന് കേട്ടറിഞ്ഞതിന് ശേഷം ഈശോ ശിഷ്യരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ പത്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർക്കും അതുപോലെ തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കുമുള്ള അഭിപ്രായം എന്താണെന്നറിയാൻ ക്രിസ്തു ശ്രമിച്ചു. സാക്ഷാൽ ദൈവപുത്രൻ പോലും അതിന് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഒരുപക്ഷെ ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചതാകണമെന്നില്ല സമൂഹം എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും സമൂഹം എന്നെ വിലയിരുത്തുന്നതും. ഞങ്ങളുടെ പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായി 15 വർഷത്തെ പരിശീലനമാണ് ഒരു CMI വൈദികൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പ്രവേശിച്ചാൽ പിന്നെ ഒരു 14.5 വർഷം, കഷ്ടി 15 വർഷം സാധാരണഗതിയിൽ വ്യത്യാസങ്ങളുണ്ടാകാം. ഡിഗ്രി പഠനം കഴിഞ്ഞു വരുന്നവരാണെങ്കിൽ 3-4 വർഷത്തെ കുറവുണ്ട്. ഇനി പരിശീലന നാളുകളിൽ തന്നെ PG ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും 2 വർഷം കൂടിയെന്ന് വന്നേക്കാം. സാധാരണഗതിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന ഒരു CMI സഭയിൽ ചേരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 15 വർഷത്തെ പരിശീലനമുണ്ട്. ഈ 15 വർഷത്തെ പരിശീലനത്തിൽ പലപ്പോഴും, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 5 വർഷങ്ങൾ നൊവിഷ്യേറ്റ് വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഈ ഒരു സെൽഫ് അവെയർനെസ്, ഞാൻ എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു, സമൂഹം എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു, ഇതേക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. അതിൽ വളരെ നിർണായകമായ ഒന്നാണ്, ആദ്യ വർഷങ്ങൾ മുതൽ അതുണ്ടെങ്കിലും പരിശീലനത്തിൻ്റെ ഒരു 4ാം വർഷം 5ാം വർഷം ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ധാരണ എന്താണ്. അതൊരു വലിയ വെളിച്ചവും തിരിച്ചറിവുമാണ് പലപ്പോഴും ഞങ്ങൾക്ക് നൽകാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ബാച്ചിൽ നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്, ഞാൻ ഉൾപ്പെടെ 10 ശമാശന്മാർ. ഒരുപാട് ആഴ്ചകൾ, മാസങ്ങൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങിയതിന് ശേഷം, അഥവാ ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങളെ ഒരുക്കിയതിന് ശേഷം സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയെയും കുറിച്ച് മറ്റു വ്യക്തികളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ഒരു കാര്യം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടി നടത്താറുണ്ട്. അതായത് ഇപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ സമൂഹത്തിലുള്ള 9 പേരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ അത് ഒരുമിച്ചിരുന്ന് പൊതുവായിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ എന്നിലുള്ള നന്മകൾ, എന്നിലുള്ള ഗുണങ്ങൾ, അതൊക്കെ സമൂഹം ഇങ്ങനെ വിലയിരുത്തും. ഇന്ന കാര്യങ്ങളുണ്ട് ഓരോരുത്തരും. അത് സത്യസന്ധമായി, കാരണം ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുക്കുകയും ചെയ്തതിന് ശേഷം മാത്രം നടത്തുന്നൊരു കാര്യമാണ്. സാമാന്യഗതിയിൽ അത് സത്യസന്ധമായിട്ട് തന്നെയുള്ള ഒരു വിലയിരുത്തലായിരിക്കും. എന്നാൽ ഇത് കൂടാതെ ഒരു വ്യക്തിയിലുള്ള പോരായ്മകൾ, കുറവുകൾ, ബലഹീനതകൾ, സമൂഹം ആ വ്യക്തിയുടെ കുറവുകളും പോരായ്മകളും ഏത് വിധത്തിൽ കാണുന്നു എന്നറിയുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ള എല്ലാവരും ഒരു കടലാസിൽ എഴുതും. കുറവുകളും പോരായ്മകളും അത് പരസ്യമായിട്ട് പറയില്ല, മറ്റാരെയും കാണിക്കില്ല, ഒരു കടലാസിൽ എഴുതും. അതിനുശേഷം അതെല്ലാം കളക്ട് ചെയ്ത് മാസ്റ്റർസിന് അത് ക്രോഡീകരിച്ച് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യും. എന്നെക്കുറിച്ച് എൻ്റെ സമൂഹത്തിലുള്ള ബാക്കി 9 പേരും എന്ത് പറഞ്ഞു, എൻ്റെ നെഗറ്റീവുകൾ, എൻ്റെ കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ, ഇതേക്കുറിച്ച്. സത്യത്തിൽ അത് വായിക്കുന്നത് വരെ എന്നെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ മൊത്തത്തിൽ തകിടം മറിയുന്നൊരു കാഴ്ചയായിരിക്കും ഇത് വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുക. സമൂഹം നമ്മളെ വിലയിരുത്തുന്നതും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും സെൽഫ് നോളേജ്. നമ്മൾ പലരും, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും വിചാരിക്കുന്നത് എനിക്ക് എന്നെക്കുറിച്ച് ആവശ്യത്തിനെല്ലാം അറിയാമെന്നാണ്. സത്യത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിവ് ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല. എനിക്ക് എന്നെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല.
എന്നെക്കുറിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള അഭിപ്രായം ഞാൻ വിചാരിക്കണതാകണമെന്നില്ല. എന്നെക്കുറിച്ച് ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന് ഉള്ള വിലയിരുത്തൽ ഞാൻ വിചാരിക്കണ പോലെ ആകണമെന്നില്ല. എന്നെക്കുറിച്ച് മറ്റു മനുഷ്യർക്ക്, എൻ്റെ അയൽവാസികൾക്ക്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തകർക്ക്, എൻ്റെ മേലുദ്യോഗസ്ഥർക്ക്, എൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് ഉള്ള ധാരണകളെല്ലാം ഞാൻ വിചാരിക്കണ പോലെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നേരിട്ട് നല്ല കാര്യങ്ങൾ പലതും വന്ന് പറയും. ഈ നല്ല കാര്യങ്ങൾ പറയുന്നത് ചിലതൊക്കെ മുഖസ്തുതി ആകാം, നമ്മളെ ഒന്ന് പുകഴ്ത്തുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടിയാകാം. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പലപ്പോഴും നേരിട്ട് വന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അതെന്തോ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ച് അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകാം. ഇപ്പോൾ ഞങ്ങൾ വൈദികരുടെ കാര്യം ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ, ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, പ്രഘോഷിക്കുന്നു, എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് പ്രസംഗം വളരെ കേമമായിരുന്നു, ഗംഭീരമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ അതേപോലെ തന്നെ എടുത്താൽ ഒരുപക്ഷെ സത്യമാകണമെന്നില്ല. കാരണം എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ നടത്തുന്ന പ്രഘോഷണങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ പോരായ്മകൾ, കുറവുകൾ അത് ആരെങ്കിലും പറഞ്ഞാൽ സത്യസന്ധമായൊരു വിലയിരുത്തലാവുകയുള്ളൂ. രണ്ട് വശങ്ങളും, നല്ല കാര്യങ്ങളും ഒപ്പം അതിൻ്റെ പോരായ്മകൾ സാധാരണഗതിയിൽ ആരും വന്ന് നേരിട്ട് പറയില്ല. സാധാരണഗതിയിൽ ഒരുപക്ഷെ മറ്റുള്ളവരോട് പറയുന്നുണ്ടാകാം, ഞാനത് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെക്കുറിച്ചുള്ള ശരിയായൊരു അവബോധം ആഴമായ മെഡിറ്റേഷനിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ കുറേയൊക്കെ അത് കിട്ടുമെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് സത്യസന്ധമായി ചോദിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നമ്മളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണത, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുകൾ, ബോധ്യങ്ങൾ, എൻ്റെ മനസ്സ്, ആത്മാവ്, ഹൃദയം, വികാര വിചാരങ്ങൾ, എൻ്റെ ജീവിതം, ശൈലികൾ, മനോഭാവങ്ങൾ, ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതിന് പരിശുദ്ധാത്മാവാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുക. അതിൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയുമ്പോഴും ഇവിടെ ഈ വചനം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് പറയുമ്പോൾ അത് എന്നെക്കുറിച്ച് തന്നെയുള്ള അവബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള അർത്ഥമല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുക. നേരെ മറിച്ച് സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സത്യത്തിൻ്റെ പൂർണ്ണത. സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു എന്ന വ്യക്തിയാണ്. യേശു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അറിവ്, അവബോധം, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ യേശു ആരാണ് എന്ന് മനസ്സിലാക്കാൻ, യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് യേശുവിലേക്ക്, യേശുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക്, യേശുവിൻ്റെ മനസ്സ് അറിയാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം യേശു അറിവ് സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യുമെന്ന്. പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ കുറിച്ച് ഈശോ തന്നെ പറയുന്ന വചനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങളിൽ സഹായിക്കും? ഒന്നാമതായി, തിന്മയ്ക്കെതിരായുള്ള മുന്നേറ്റത്തിൽ, യുദ്ധത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം മരണം വരെ നമുക്ക് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും പൈശാചിക ഉപദ്രവങ്ങളും ശല്യങ്ങളും നേരിട്ടേ മതിയാകും. മരിക്കുന്ന നിമിഷം വരെ ഈശോ തന്നെ പറയുന്നുണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്ന്. മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം അതുണ്ടാകും. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആത്മാവിൻ്റെ സഹായം വേണം. പൈശാചിക പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ, പൈശാചിക ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ അതിജീവിക്കാൻ, അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, സത്യത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇല്ലാതെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നേറുക നമുക്ക് സാധ്യമല്ല. ഇനി പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാനും അതിൽ വളരുവാനും പരിശുദ്ധാത്മാവ്
നമ്മളെ സഹായിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ച അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രാർത്ഥന എപ്പോഴും പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ച് ഉള്ളതാകേണ്ടതുണ്ട്. പ്രാർത്ഥന എപ്പോഴും പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ച് എന്ന് വെച്ചാൽ ആത്മാവാണ് സഹായിക്കുന്നത്, പ്രാർത്ഥനയിൽ നമ്മളെ വളർത്തുന്നത്, പ്രാർത്ഥനയിൽ നമ്മൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ആത്മാവിനോട് തന്നെ സഹായം ചോദിക്കുക. ശരിയാം വിധം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു വളർച്ച പ്രാർത്ഥനയിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകാൻ സഹായിക്കണമേ എന്ന് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക, സാക്ഷ്യ ജീവിതം നയിക്കാൻ സഹായിക്കുന്നു. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈശോ തന്നെ ശിഷ്യരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമരിയായാലും ജെറൂസലമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. ആത്മാവാണ് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നത്. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും ജീവിതം കൊണ്ട് നടത്തേണ്ട സാക്ഷ്യമാണ്. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ജീവിത രീതികളും പരസ്നേഹ നിറഞ്ഞ പ്രവർത്തനങ്ങളും കണ്ട് ലോകം, എൻ്റെ ചുറ്റിലുമുള്ള മനുഷ്യർ യേശുവിനെ അറിയണം. എൻ്റെ വാക്കുകൊണ്ട് അറിയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു മൈക്ക് വെച്ച് പ്രസംഗിച്ച് അങ്ങനെ യേശു ഏകരക്ഷകനാണെന്ന് തെളിയിക്കുക എന്നുള്ളതല്ല. അതിനുമപ്പുറത്ത്, അതും ആവശ്യമാണ്, അതിനുമപ്പുറത്ത് എൻ്റെ ജീവിതം കണ്ട് യേശുവിനെ ലോകം അറിയണം. നമ്മൾ തിരുസഭയുടെ ഉദ്ഘാടനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പെന്തക്കുസ്തായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തുടർന്നുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയുന്നൊരു വലിയ സത്യമാണ്, അവരുടെ ജീവിതം കണ്ട് അനേകർ 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 ഈ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു, തിരുസഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ജീവിതം കണ്ടാണ് ആകർഷിക്കപ്പെടുന്നത്. കാരണം എല്ലാവരും തങ്ങളുടെ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ അത് എല്ലാവർക്കും തുല്യമായി വീതിക്കുന്നു. അവർക്കിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഇല്ലായിരുന്നു. എല്ലാവർക്കും സമയാസമയങ്ങളിൽ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഒരു മനസ്സോടെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ച് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കുചേർന്ന് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ആത്മാവിലുള്ള ഒരു ജീവിതം നയിച്ചപ്പോൾ അതിലേക്ക് അനേകം ആളുകൾ ആകർഷിക്കപ്പെടുകയാണ്. വലിയ വലിയ കർണകഠോരമായ പ്രഭാഷണങ്ങളിലൂടെയല്ല ആദിമ ക്രൈസ്തവ സമൂഹം ജനങ്ങളെ ആകർഷിച്ചിരുന്നത്, ജീവിതം കൊണ്ടാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ, വിശുദ്ധ മദർ തെരേസ നമ്മുടെ നാട്ടിൽ വന്ന് പാവങ്ങളുടെ, അഗതികളുടെ അമ്മയായി മാറി അലിവിൻ്റെ, കാരുണ്യത്തിൻ്റെ മാലാഖയായി തീർന്ന് ലോകം മുഴുവനെയും ഭാരത ജനതയുടെ ഹൃദയം മുഴുവൻ കീഴടക്കിയ വിശുദ്ധ മദർ തെരേസ എന്ന പുണ്യാത്മാവ് എങ്ങനെയാണ് സാധിച്ചത്? മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടൊന്നുമല്ല, ജീവിതം കൊണ്ടാണ്. ജീവിതമായിരുന്നു ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ വചന പ്രഘോഷണം. ശരിക്കും യേശുവിൻ്റെ സാക്ഷിയായി വിശുദ്ധ മദർ തെരേസ ജീവിതം കൊണ്ട് മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യം ഇത് അപ്പസ്തോലന്മാർക്ക് കിട്ടി. അവർ ഭീരുക്കളായി കഥകടച്ച് ഒരു മുറിക്കകത്ത് ഇരിക്കുകയായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി അവരെ യേശുവിനെ ചക്രവർത്തിയുടെ മുൻപിൽ നിന്നുകൊണ്ട് പോലും സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യം നൽകി. അപ്പോൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യം അപ്പസ്തോലന്മാർക്ക് കിട്ടി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുള്ള സഭയാണ് കത്തോലിക്ക തിരുസഭയെ നമുക്കറിയാം. എങ്ങനെ കിട്ടി? മരണത്തിന് മുൻപിൽ, ഉരിപ്പിടിച്ച വാളിൻ്റെ മുൻപിൽ, വന്യജീവി, ക്രൂര ഹിംസ്ര ജന്തുക്കളുടെ മുൻപിൽ ഒക്കെ ധീരതയോടെ നിൽക്കാൻ എങ്ങനെ ഈ രക്തസാക്ഷികൾക്ക് സാധിച്ചു? പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യമാണ്. ഇന്നും അനേകം മിഷണറിമാർ യേശുവിനെ പ്രഘോഷിക്കാൻ പറ്റിയതല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും എങ്ങനെ ഇവർക്ക് ധൈര്യം കിട്ടുന്നു? പരിശുദ്ധാത്മാവാണ് ഈ ധൈര്യം നൽകുന്നത്. നാലാമതായി, നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം തന്ന് വിശ്വാസത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നിത്യസത്യങ്ങളെക്കുറിച്ച് ബോധ്യം നൽകുന്ന വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അഞ്ചാമതായി, വരദാന ഫലങ്ങളിലൂടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ച് വിശ്വാസത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നു, സഭയെ പടുത്തുയർത്തുന്നു. ആറാമതായി, സ്നേഹത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം സ്നേഹിക്കും പോലെ മനുഷ്യരെ സ്നേഹിക്കാൻ, സകലരെയും സ്നേഹിക്കാൻ കൃപ നൽകുന്നത്
പരിശുദ്ധാത്മാവാണ്. റോമ 5-5 നമ്മൾ വായിക്കുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറഞ്ഞ സ്നേഹം പുറത്തേക്ക് കവിഞ്ഞൊഴുകാൻ, സ്നേഹം പരസ്നേഹ പ്രവൃത്തിയാക്കി മാറ്റുവാൻ എല്ലാം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹമാണ് പരമമായ പുണ്യം, പരമമായ മൂല്യം, സുവിശേഷ മൂല്യം എന്ന് പറയുന്നത്. യേശു നൽകിയ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്ന ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹമാണ് പരമമായ കൽപ്പന. ഈ സ്നേഹം പ്രാവർത്തികമാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് സ്നേഹം നിറയാനും സ്നേഹം കരകവിഞ്ഞൊഴുകാനും നമ്മളെ സഹായിക്കുന്നത്. ഏഴാമതായി, ദൈവമക്കളാക്കി നമ്മളെ മാറ്റാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 8-15-16 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. അപ്പോൾ നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എട്ടാമതായി, സുവിശേഷ പ്രഘോഷണത്തിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോലന്മാരെ വചനം പ്രഘോഷിക്കാൻ സഹായിച്ച അതേ ആത്മാവ് നമ്മളെയും വചന പ്രഘോഷണത്തിന് സഹായിക്കുന്നു. ഒൻപതാമത്, സഭയെ പടുത്തുയർത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കൂദാശകളിൽ തിരുവചനത്തിൽ സന്നിഹിതനായതുകൊണ്ട് തിരുസഭയെ ഇന്നും വളർത്തുന്നതും ഇന്നും പടുത്തുയർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. സകല കാര്യങ്ങളിലും ആത്മാവിനോട് സഹായം ചോദിക്കുക. എല്ലാറ്റിനും ഉപരിയായി ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, വചനം ജീവിക്കാൻ, പുതിയ നിയമം ജീവിക്കാൻ, സുവിശേഷം ജീവിക്കാൻ, പാലിക്കാൻ ഉള്ള സഹായം പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.